സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ എവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ മനസ്സിലുള്ള ഒരു വിഷയമെന്ന് കശ്മീരാണ്. കശ്മീർ ഇപ്പോൾ കറൻറ്റ് നാഷണൽ അഫയേഴ്സിൽ നിന്നും വലിയ വാർത്തയായിട്ടില്ല. എനിക്ക് വൈകാരികമായിട്ട് തോന്നുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കിടാമെന്ന് വിചാരിക്കുകയാണ്. കാശ്മീരിൽ 5-6 കൊല്ലം വിദ്യാർത്ഥിയായിട്ട് ചെലവഴിച്ച കാലകം ആണ് അവിടുത്തെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചത്. ഞാനിപ്പോൾ കാശ്മീർ വിഭജിച്ച് വേറൊരു രാഷ്ട്രമായി വിടണം എന്നുള്ള അഭിപ്രായമുള്ള ആളല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, നെഹ്റു എന്ന പ്രധാനമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ ഈ കാശ്മീർ താഴ്വര ഒരിക്കലും ഇന്ത്യയുടെ ഭാഗമാകില്ലായിരുന്നു. നേപ്പാളും ഭൂട്ടാനും ഒക്കെ പോലെ ഒരു ഇൻഡിപെൻഡൻ്റ്, പാർഷ്യലി അറ്റ്ലീസ്റ്റ് ഇൻഡിപെൻഡൻ്റ് രാഷ്ട്രമായിട്ട് നിലനിൽക്കുമായിരുന്നു. അപ്പോൾ നെഹ്റുവിന് കാശ്മീരുമായിട്ടുള്ള ആത്മബന്ധം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹമാണ് അതല്ലാത്ത തരത്തിൽ, ആക്ച്വലി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാത്മാഗാന്ധി കാശ്മീരിൽ പോയിട്ട് പോലുമില്ല. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം കാശ്മീരിൽ ഒരു ജനാധിപത്യ സർക്കാർ ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ അവരെ ആദ്യമായിട്ട് ഈ അധികാരത്തിൽ വരുമ്പം ഉള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഓവർട്ടായിട്ട് പാകിസ്ഥാൻ താഴ്വരയിൽ നടത്തിയ ആക്രമണവും അതിനെ ചെറുക്കാനായിട്ട് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടുകയും ഇന്ത്യൻ സൈന്യം അവിടെ എത്തുകയും അത് ഈ പറയുന്ന ലൈൻ ഓഫ് കൺട്രോൾ ആസാദ് കാശ്മീർ എന്ന് അവർ വിളിക്കുന്ന പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ നമ്മൾ പറയുന്ന ഒരു ഭാഗം, അത് താഴ്വരയുടെ ഭാഗമല്ല, അതൊക്കെ മലനിരകളാണ്. അവിടെ വെച്ചിട്ട് ഒരു സീസ് ഫയർ ഉണ്ടാകുകയും നമ്മൾ ന്യായമായ കാര്യമാണ്, പാകിസ്ഥാൻ്റെ അഗ്രഷനാണെന്നൊക്കെ പറഞ്ഞ് യുണൈറ്റഡ് നേഷൻസിൽ ഒരു കാര്യമില്ലാതെ ഇഷ്യൂ കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് നമുക്ക് വൻ എതിർപ്പ് അമേരിക്കയുടെ നേതൃത്വത്തിൽ വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ അനക്സേഷൻ നടക്കുന്ന സമയത്ത് ഒരു വാക്ക് ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് കൊടുത്തിരുന്നു. ആക്ച്വലി പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് അവിടെ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാശ്മീരിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് അവിടുത്തെ ജനങ്ങളായിരിക്കും എന്ന് പറഞ്ഞൊരു വാക്കാൽ സംഭവം ഉണ്ടായിരുന്നത് ശരി തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഷെയ്ഖിൻ്റെ ഭരണം 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഷെയ്ഖിൻ്റെ ഒരു ആഗ്രഹം ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഫോറിൻ പവേഴ്സ്, അത് ഐ തിങ്ക് CIA ആയിട്ട് ബന്ധപ്പെട്ട ആ സംഭവം രഹസ്യമായിട്ട് അറിഞ്ഞ ഉടനെ തന്നെ ഷെയ്ഖിൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്നു ജവഹർലാൽ നെഹ്റു. എന്നിട്ട് പോലും ഷെയ്ഖിനെ തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ അവിടെ നിലനിൽക്കുകയും അത് ഈ മോഡി സർക്കാർ നിർത്തലാക്കുകയും ചെയ്തു. അപ്പോൾ വീണ്ടും കൊടുത്തിരുന്ന ചില പ്രോമിസുകളാണ് ഇതിനെല്ലാം സ്റ്റേറ്റ്ഹുഡ് 3 സംസ്ഥാനങ്ങളാക്കി തിരിക്കുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അതിനിപ്പോൾ മാസങ്ങളല്ല വർഷങ്ങൾ കഴിയുന്നു. കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് കൊടുക്കണമെന്ന് സുപ്രീം കോടതി സഹിതം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോലും അതിൻ്റെ ഒരു ലക്ഷണവും കാണാതെ, അതായത് കാശ്മീരിലും ഈ പറയുന്ന ലഡാക്കിലുമൊക്കെ BJP ഭരണം വരുന്നത് വരെ എന്ത് കഷ്ടമാണിത്. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഈ ഇന്നത്തെ കേന്ദ്ര ഭരണകൂടം എത്തിയിരിക്കുന്നതാണ്. ഇതിനെതിരായിട്ടൊന്ന് പ്രതിഷേധിക്കുവാനായിട്ട് ഇപ്പോഴത്തെ വളരെ ഡീസൻ്റായിട്ടുള്ള വെരി നാഷണലിസ്റ്റ് മുസ്ലിം പ്രോ ഇന്ത്യൻ ഒമർ അബ്ദുള്ള, അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത് പോലും സിന്ധ്യ കുടുംബത്തിൽ ഹിന്ദു സ്ത്രീയായിരുന്നു. ഡൽഹിയിൽ വന്ന് വലിയ പ്രൊട്ടസ്റ്റൊക്കെ നടത്താനിരുന്ന സമയത്താണ് ഈ പാർട്ടികളൊക്കെ കൂടി അവിടെ പഠിപ്പിച്ചത്. അവരെ വന്നപ്പോൾ അദ്ദേഹം പിന്നെ ഈ പരിപാടിയെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതാ കേൾക്കുന്നു, ആക്ച്വലി ഈവൻ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ പോലും അവർ പാകിസ്ഥാനുമായിട്ട് സംഘർഷത്തിലാണ്. അത് നമ്മുടെ ഭാഗമാണെന്ന് നമ്മൾ ടെക്നിക്കലി പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും
ആത്മാർത്ഥമായിട്ട് അത് ഈ വാലിയുടെ ഭാഗമായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇനി കുറേ കൂടുതൽ അഗ്രസീവ് മുസ്ലിം പോപ്പുലേഷൻ അവിടെ കൂടും. അതുകൊണ്ട് അതിൽ ഇങ്ങോട്ട് ചേർക്കണമെന്നുള്ള ആത്മാർത്ഥത. അങ്ങനെ ആയിരുന്നെങ്കിലും കഴിഞ്ഞ ഈ പഹൽഗാം ആ യുദ്ധസമയത്ത് അങ്ങോട്ട് കയറി ശരിക്കും ഒരു അഗ്രഷൻ്റെ പോസിബിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് യുക്തിപൂർവ്വം നിർത്തിയത് അങ്ങനെ ഒരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്നില്ല. ഇനി യുദ്ധം ചെയ്തിട്ട് പാകിസ്ഥാനുമായിട്ട് കാശ്മീർ പ്രശ്നം ഒതുക്കാൻ ഒക്കുമെന്ന് ഇനി ചിന്തിക്കുകയേ വേണ്ട. ആ തരത്തിലാണ് പാകിസ്ഥാന്റെ ബ്രില്യൻ ഫോറിൻ പോളിസി നീങ്ങിയിരിക്കുന്നത്. അവർ തുർക്കിയും സൗദി അറേബ്യയൊക്കെ അവിടെ ചേർന്നൊരു സൈനിക പാക്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുക, കളിയാക്കുക, ഇതൊക്കെയാണ് ശരി. പക്ഷേ ക്രിയാത്മകമായിട്ട് നമ്മൾ ഇതിനെ ചെറുക്കുവാനായിട്ട് ഏതൊരു വിധത്തിലുള്ള നയപരമായ കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാകണം. എന്തുകൊണ്ട് കാശ്മീരിന് അവരർഹിക്കുന്ന രീതിയിൽ മിനിമം ഒരു സ്റ്റേറ്റ് ഹുഡെങ്കിലും അനുവദിച്ചുകൂടാ? അതോടൊപ്പം തന്നെ ഇപ്പം ലഡാക്കിൻ്റെ കാര്യം കണ്ടില്ല, അവിടുത്തെ നേതാവാണ് ഇപ്പോൾ കേന്ദ്രത്തിന് വലിയ തലവേദനയായി പാറ്റകളുമാക്കായിട്ട് ചേർന്ന് വലിയ വാർത്താ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഭരിക്കുന്ന കക്ഷിക്ക് എങ്ങനെയെങ്കിലും അവിടെ അധികാരത്തിലെത്തുന്നത് വരെ അവിടുത്തെ ഈ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഉള്ള ഒരു മനസ്സ് വന്നില്ല എന്നുള്ളതെങ്കിൽ എന്താകും ഇവിടുത്തെ ആഭ്യന്തര അവസ്ഥ എന്ന് ഉള്ള എൻ്റെ ആശങ്ക, ഉത്കണ്ഠ എല്ലാം നിങ്ങളോട് പങ്കിട്ടുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.